ഹായ് ഓൾ, നമ്മൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ലെറ്റസ് വ്യൂ ദ കണ്ടൻസ് ഹിയർ. ആൻഡ് ഹിയർ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി സൊല്യൂഷൻ ആർക്കിടെക്ചർ മോഡൽസ് IoT in different domains we can see here in the second module. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് IoT എന്താണ്, അതിൻ്റെ ബേസിക്സൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ ക്ലാസ്സൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നൗ വി ക്യാൻ മൂവ് ത്രൂ ദ ആർക്കിടെക്ചർ ആൻഡ് ഡൊമെയിൻസ് ഓഫ് IoT ഡിഫറെൻറ്റ് ഡൊമെയിൻസും അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ആർക്കിടെക്ചർ മോഡൽസുമാണ് ഇവിടെ കാണിക്കണേ. എന്തായിരിക്കും IoTയുടെ ആർക്കിടെക്ചറിൽ? അതായത് IoT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആൻഡ് it can guide all the devices which is connected to a common server, അല്ലെങ്കിൽ ഒരു കോമൺ എൻഡിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാ ഡിവൈസസിനും അല്ലെങ്കിൽ എല്ലാ അപ്ലയൻസസിനെയും നമുക്ക് വർക്ക് ചെയ്യിക്കാം എന്നാണ് IoTയുടെ ഒരു ബേസിക് കോൺസെപ്റ്റ്. ആൻഡ് നൗ വി ക്യാൻ സീ ദ ആർക്കിടെക്ചർ ബിഹൈൻഡ് IoT. അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് നമുക്ക് ഡിഫറെൻറ്റ് ഏരിയാസിൽ നമുക്ക് വർക്ക് ചെയ്യുകയാണെന്നാണെന്ന് അറിയാം. ആൻഡ് ഇറ്റ് ഈസ് ഗിവിങ് ഡിഫറെൻറ്റ് solutions for our daily life problems എന്ന് നമുക്കറിയാം. ഇനി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആക്ച്വലി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആർക്കിടെക്ചർ കൺസിസ്റ്റ് ഓഫ് 4 മെയിൻ കോമ്പോണൻറ്റ്സ്. ഏതൊക്കെയാണ് 4 മെയിൻ കോമ്പോണൻറ്റ്സ് നമുക്ക് നോക്കാം. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ദ സെൻസേഴ്സ് ഓർ ദ ഡിവൈസസ് വി ആർ കണക്റ്റിംഗ് ഈച്ച് അതർ. നമുക്ക് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കണക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് തിങ്സ് തന്നെയാണ്. ആൻഡ് സോ ദീസ് ഡിവൈസസ് is an important component of IoT architecture. ഈ എൻഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിവൈസസ് ഉണ്ടെങ്കിലാണ് അവിടെ ഒരു കണക്ഷൻ പോസിബിൾ ആവുള്ളൂ. ഇപ്പം നമ്മുടെ വീട്ടിൽ ഓവനുണ്ട്, ഫ്രിഡ്ജുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിവൈസസ്. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആക്സസറീസ് ഇൻ എ കാർ, ഇതൊക്കെ എന്താണ് ഡിവൈസസ്, അല്ലെങ്കിൽ ദേ ആർ ടു ഗെറ്റ് കണക്റ്റഡ് ബൈ യൂസിങ് സെൻസേഴ്സ്. എന്തെങ്കിലും ഒരു അവിടെ ഒരു എൻഡ് പോയിൻറ്റ്സ് ഉണ്ടാവണം. അത് ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻ്റ് ആണ് IoT ആർക്കിടെക്ചറിൽ. ആൻഡ് ദർ മസ്റ്റ് ബി എ ഗേറ്റ്വേ ആൻഡ് എ നെറ്റ്വർക്ക്. ഗേറ്റ്വേസ് ഫോർ ആക്സസ് ആൻഡ് ഇൻ്റർമീഡിയറ്ററി ബിറ്റ്വീൻ ദിസ് ഡിവൈസസ് ആൻഡ് ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിൻ്റെയും ഡിവൈസസിൻ്റെയും ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയേറ്റേഴ്സ് ആയിട്ട് നമുക്ക് ഗേറ്റ്വേസിനെ കൺസിഡർ ചെയ്യാം. ആൻഡ് സോ ഗേറ്റ്വേ ആൻഡ് നെറ്റ്വർക്ക് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ് ഓഫ് IoT ആർക്കിടെക്ചർ. Next, there should be a cloud or management service layer which is directly for storing the ഡാറ്റ. എവിടെയാണെങ്കിലും എന്ത് തിങ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും ഡാറ്റ ഷെയറിംഗ് ആണ് നടക്കുന്നത്. ആൻഡ് സോ ഡാറ്റ മസ്റ്റ് ബി സേവ്ഡ് എനിവെയർ ആൻഡ് ഇറ്റ് ഈസ് ത്രൂ എനി ക്ലൗഡ് സർവീസ് ഓർ ത്രൂ എനി മാനേജ്മെൻറ്റ് സർവീസസ്, അല്ലെങ്കിൽ ഏതെങ്കിലും മാനേജ്മെൻറ്റ് സർവീസ് ലെയേഴ്സ് നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്, എന്തെങ്കിലും ക്ലൗഡ് സർവീസസ് ആവശ്യമാണ്. ആൻഡ് ഓൾസോ വി റിക്വയർ ആൻ ആപ്ലിക്കേഷൻ ലെയർ. ഇപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ ദ യൂസർ ഈസ് ഇൻട്രാക്റ്റിംഗ്, അതിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. മേ ബി ഇൻ എ യൂസർ ഡിവൈസ്, അതായത് ഫോണായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു PC ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ ലെയർ അവിടെ വേണം. അതുപോലെ തന്നെ ഒരു മാനേജ്മെൻറ്റ് സർവീസ് ലെയർ ഓർ എ ക്ലൗഡ് സെർവർ ഈസ് റിക്വയർഡ് for the proper working of IoT. And also gateways and network and sensors or devices. These are the required necessities for the IoT architecture. ഓക്കെ, ഇനി നമുക്ക് കാണാൻ പോകുന്നത് ദ 4-stage IoT സൊല്യൂഷൻസ് ആർക്കിടെക്ചർ ആണ്. എന്തായിരിക്കും 4-stage IoT സൊല്യൂഷൻസ് ആർക്കിടെക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് IoT എങ്ങനെയാണ്, അത് 4 സ്റ്റേജസ് ആയിട്ടാണ് ഈ ഒരു വർക്കിംഗ്. നമ്മൾ 4 കോമ്പോണൻറ്റ്സ് പറഞ്ഞു. ആ 4 കോമ്പോണൻറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നാണ് നമ്മളുടെ ഈ ഒരു ആർക്കിടെക്ചറിൽ കാണിക്കുന്നത്. അതായത് പ്രൈമർലി വി ഹാവ് ദ തിങ്സ് ടു ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. കണ്ടു, അവിടെ നമുക്ക് എന്തുണ്ട്, മെഷീൻസോ അല്ലെങ്കിൽ കാറോ എന്തെങ്കിലും നമ്മളുടെ കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ എൻഡ് പോയിൻ്റ് അവിടെ ഉണ്ടാവും, അതുണ്ട്. അതുമായിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു യൂസറിന് അത് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴാണ് അത് റിയാക്ട് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ എന്ത് വേണം, സെൻസേഴ്സ് വേണം അല്ലേ. എന്തെങ്കിലും ഒരു സെൻസിങ് ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് കാർ ലോക്കിംഗ് സിസ്റ്റം കൺസിഡർ ചെയ്തു നോക്കൂ. അവിടെ ആരെങ്കിലും ഒന്ന് അവിടെ സെൻസർ ഐഡൻറ്റിഫൈ ചെയ്യാണ് എൻ എക്സ്റ്റേണൽ യൂസറിനെ. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് മെസ്സേജസ് തരുന്നത്, അല്ലെങ്കിൽ ഒരു അലാം നമുക്ക് തരുന്നത്. അപ്പോൾ എന്താണ്, ദർ ഷുഡ് ബി സ്റ്റേജ് 1
we can see there should be a wired or wireless sensors or actuators should be there. സെക്കൻഡ്ലി അപ്പോൾ നമുക്ക് എന്തുണ്ട് IoT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്സ് വിൽ ബി ദെയർ ആൻഡ് തിങ്സ് ക്യാൻ ബി ഇൻട്രാക്റ്റഡ് ടു ദ നെറ്റ്വർക്ക് ത്രൂ സെൻസേഴ്സ് വേണം. ഇനി സെക്കൻഡായിട്ട് നമുക്ക് എന്ത് വേണം പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ആൻ ഇൻ്റർമീഡിയറ്റ് ടു ദ നെറ്റ്വർക്കിലേക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെഫിനറ്റായിട്ടും നമുക്കൊരു ഗേറ്റ് വേസ് അവിടെ ആവശ്യമാണ്. ആ ഗേറ്റ് വേ ആക്ച്വലി ആക്സ് ആസ് എ കൺട്രോൾ സിസ്റ്റം, ഒരു കൺട്രോൾ സിസ്റ്റം പോലെ ആക്ട് ചെയ്യാണ്. പിന്നെ നമുക്കവിടെ ഒരു പ്രീ പ്രോസസ്സിങ്, അതായത് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ലെയർ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിങ് ഡിവൈസ് അവിടെ ആവശ്യമാണ്. ഇത് എവിടെ നിന്നൊക്കെ ഈ ഡിവൈസ് എവിടെ നിന്നൊക്കെ ആക്സസ് ചെയ്യാം, ഡാറ്റാസിനെ നമുക്ക് ക്ലൗഡ് സർവീസസോ അല്ലെങ്കിൽ ഡാറ്റാ സെൻറ്റേഴ്സോ എന്തെങ്കിലും മാനേജ്മെൻറ്റ് സർവീസ് ലെയറിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റാസിനെ ആക്സസ് ചെയ്യാം. ആ ഡാറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ നമുക്ക് പറ്റുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എവിടെയാണ്, ഏതെങ്കിലും ഒരു സർവീസ് നമുക്ക് അവിടെ ആവശ്യമാണ്. ഇറ്റ് മേ ബി ക്ലൗഡ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനേജ്മെൻറ്റ് സർവീസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് IoTയുടെ ഒരു ആർക്കിടെക്ചർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ തന്നിട്ടുള്ളത്. അതായത് IoTയുടെ ബേസിക്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്തു. സെക്കൻഡ് ഓഫ് ഓൾ, ഇൻ ദ മൊഡ്യൂൾ 2 we are discussing about IoT architecture and domains, and here we have seen the IoT architecture which consists of 4 different components, and first component is the sensors or actuators. Secondly, we can see the gateways or networks, and thirdly we can see the cloud storage or management service system, and as a fourth component we can see the application layer. And these all 4 components are interacting with the things via an internet. It is what we have seen in the IoT architecture. Okay, next we can see IoT energy domains. That is IoT domains എവിടേക്കാണ് IoT സർവീസസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുകയെന്നുള്ളതാണ് നമ്മളെവിടെ കാണുന്നത്, IoT എനർജി ഡൊമൈനിൽ കാണുന്നത്. ഹിയർ ദിസ് എനർജി മാനേജ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പോൾ ഇത് എനർജി മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ റെഗുലേഷൻസിനും നമ്മുടെ ലൈഫിലൊരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ IoTക്കും ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. And so via IoT we are preparing a smart energy system. For example, let us consider the residential energy, where we are or how we are utilizing the residential energy. What do you mean by this residential energy? Residential energy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളെവിടെയാണോ റിസൈഡ് ചെയ്യുന്നത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള എനർജീസിനെയാണ് എന്തെന്ന് പറയുക, റെസിഡൻഷ്യൽ എനർജി എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ടെക്നോളജി ഈസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ, നിങ്ങൾക്ക് കാണാം. ആൻഡ് ഇറ്റ് ഓൾസോ റേസസ് ദ കോസ്റ്റ് ഓഫ് എനർജി, ഓർ വി ആർ കൺസ്യൂമിങ് മച്ച് മോർ എനർജി ഫ്രം അവർ സറൗണ്ടിങ്സ്. അത് എന്തൊക്കെ എനർജി ആവാം, നമ്മൾ ഡയറക്റ്റ് നമുക്ക് കിട്ടാത്ത എനർജീസൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഡെയിലി കൺസപ്ഷൻ കോസ്റ്റ് കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എനർജിയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ലെറ്റ് us കൺസിഡർ ദിസ് ഫിഗർ. ഈ ഫിഗറിൽ നോക്കി നോക്കൂ, ലോക്കൽ എനർജി ജനറേഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മളെങ്ങനെ യൂസ് ചെയ്യാണ്, വി ആർ മേക്കിംഗ് ഇറ്റ് അണ്ടർ ദ കൺട്രോൾ ഓഫ് എ സിംഗിൾ നെറ്റ്വർക്ക് സിസ്റ്റം. ഒരു വൈഫൈ, ഈ ഒരു സെൻട്രൽ വൈഫൈ സിമ്പിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിലുള്ള എല്ലാ സെക്യൂരിറ്റി മെക്കാനിസംസും എല്ലാ എനർജി ഡിവൈസസിനെയൊക്കെ കണക്ട് ചെയ്തിട്ട് അതിനൊറ്റ ഒരു റിമോട്ട് കൺട്രോളിൽ നമ്മളതിനെ മാനേജ് ചെയ്യാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, IoT എന്ന് പറയണത്. അപ്പോൾ ഈ ഒരു ഹോൾ വീട്ടിലില്ലാതെ തന്നെ നമുക്ക് വീട്ടിലെ ക്യാമറ വർക്ക് ചെയ്യിക്കാം. ക്യാമ വെച്ചിട്ട് ക്യാമിലുള്ള പിക്സൊക്കെ നമുക്ക് ഇവിടെ നമ്മളിരിക്കുന്ന സ്പോട്ടിലേക്ക് വിസിബിളാക്കി തീർക്കാം. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും കണ്ടൻസ് കുറയുമ്പോൾ നമ്മൾ ആ ഒരു ഡാറ്റ അനാലിസിസ് നമുക്ക് പുറത്തിരുന്നിട്ട് നമുക്ക് സാധിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഓവനിൽ എന്തെങ്കിലും വോൾട്ടേജ് മെയിൻ്റനൻസ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡിവൈസ് വെച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റെസിഡൻഷ്യലായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ട ഹോൾ എനർജി ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ എ സിംഗിൾ ഡിവൈസ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഡൊമെയിൻ ഓഫ് IoT. IoTയുടെ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡൊമെയിനായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഡൊമെയിനാണ് എന്ത്, എനർജി ഡൊമെയിൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് കൊമേഴ്ഷ്യൽ റെസിഡൻഷ്യൽ എനർജി. വീട്ടിലുള്ള
എല്ലാ ഡിവൈസസിനെയും ഹൗ ടു മാനേജ് ദീസ് ഡിവൈസസ് വയൻ IoT. നെക്സ്റ്റ് കംസ് ദ കൊമേഴ്ഷ്യൽ എനർജി. കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു IoTയുടെ റോള് വരുന്നത്? In a daily life, in a commercial building, let us consider a commercial building where we can see mobility and customization. കാണാനില്ലേ, നമ്മൾ എപ്പോഴും കസ്റ്റമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എവിടെയും നമുക്ക് അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ അപ്ഡേഷൻസും മൂവ്മെൻറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കണം. അതെപ്പോഴും എന്തിലൂടെയാണ്? ഏതെങ്കിലും ഒരു ഡിവൈസസിലൂടെ. അവിടെ എന്തുണ്ടാവും? അവിടെ ഒരു എൻവയോൺമെൻറ്റൽ അല്ലെങ്കിൽ ഒരു ഒക്യുപ്പൻ്റ് നമ്മളെ കൺട്രോൾ ചെയ്യാനുണ്ടാവും. അവിടെ എനർജി കൺസപ്ഷൻ ഉണ്ടാവും. ബിൽഡിംഗ് സെറ്റിങ്സും കാര്യങ്ങളും അതിൻ്റെ സെൻസേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ആക്സസിങ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ആക്ച്വൽ റിപ്പോർട്ടിംഗ് സെൻറ്ററും ഉണ്ടാവും. അതായത് നമുക്ക് എവിടെയാണ് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ലെറ്റസ് കൺസിഡർ ആണ് ബിസിനസ് എൻവയോൺമെൻറ്റിൽ നോക്കി നോക്കൂ. അവിടെ ഈ മാൻ പവർ ഉണ്ടാവും. ആ മാൻ പവറിനെ ഡിവൈസ് പവേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള മാനേജ്മെൻറ്റും നടക്കുന്ന ഒരു എൻ്റർപ്രൈസ്. അവിടെ ഉള്ള കാര്യങ്ങളെ നമ്മളൊരു നെറ്റ്വർക്ക് വെച്ച്